പക്ഷേ അമ്പല കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടറി എന്ന് വിളിച്ചപ്പോൾ ആദ്യത്തെ പ്ലാൻ ഇതായിരുന്നില്ല. കാരണം ഒരു 100 ആളെ വെച്ചിട്ട് വലിയൊരു എലഞ്ഞിത്തറ മേളം നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാന്. പിന്നെ പ്ലാനൊക്കെ തെറ്റി. കാരണം എന്താ പറഞ്ഞാൽ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ആ സമയത്താണ് ഡേറ്റ് എല്ലാം വെച്ചെന്ന് കണ്ടപ്പോൾ പിന്നെ ആ പ്രോഗ്രാം അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഇന്നിവിടെ കണ്ട ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്ക് അത്രമാത്രം കഷ്ടപ്പാടാണ്. കാരണം 100 തലമുറ വന്നു പോയി, ഇനി എത്രയോ തലമുറ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ കുറച്ച് ലൈഫുള്ള ആ ലൈഫിൻ്റെ ഇടയിൽ കിട്ടുന്ന സന്തോഷം, ചെറിയ സന്തോഷം, ആ സന്തോഷത്തിൽ പങ്കാളിയാകുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 4 ആളെ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് 30 ആളത്തോളം ആയി. നമ്മുടെ പോസ്റ്റ്കാർ സർവീസ് സെൻ്ററിൽ 30 കുടുംബം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ദേവിയാണ് തരുന്നത്. പിന്നെ എൻ്റെ അമ്മേൻ്റെ പിന്തുണ, ഭാര്യയുടെ പിന്തുണ, ഏട്ടൻ്റെ, അനിയൻ്റെ, ഇവരെല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു വർഷത്തിൽ എന്തെങ്കിലും ദേവിക്ക് വേണ്ടിയിട്ട്, കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്ക് മാത്രം പുഷിങ്ങുള്ളതുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് എന്തെങ്കിലും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളെപ്പോലത്തെ ആരെങ്കിലൊക്കെ ഇതേപോലെ കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ, കാരണം എന്താ പറയുക, ഇനിയും വലിയ പ്രോഗ്രാമുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ കമ്മിറ്റിക്കാർ ഇവിടെ എത്രമാത്രം കഷ്ടപ്പെടുന്നെന്ന് അറിയാം. കാരണം ഒരു പ്രോഗ്രാം നടത്തുന്ന നാളെ ഇലക്ഷനാണ്. അപ്പോൾ 10 മണി വരെ നടത്തേണ്ട പ്രോഗ്രാം, അതിന് ശേഷം ഉള്ള എന്ത് റിസ്ക്കും കമ്മിറ്റിക്കാരുടെ തലയിലാണ്. അപ്പോൾ അത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുവരുന്നതും ചെയ്യുന്നതും. ഇനി ഒരു വർഷത്തോളം ഇവർ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി പോകുമ്പോൾ അവർക്ക് യാതൊന്നും കിട്ടുന്നില്ല. കാരണം അവർക്ക് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വലിയൊരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും പറയുന്നതല്ല, ശരിയല്ല. പക്ഷേ കുറ്റങ്ങളാണ് അവർക്ക് കൂടുതൽ കിട്ടാറ്. അപ്പം ഞാൻ ഈ വർഷം ഒരു പ്രോഗ്രാം ഇന്നുള്ളത് വലിയൊരു പ്രോഗ്രാം കൊണ്ടുവരാനുള്ളതിൽ അത് മാറ്റി വെച്ചിട്ട് ബോഷ് ഈ വട്ടം ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. കാരണം ആ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും, അതായത് എൻ്റെ സന്തോഷത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും ബോഷിൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ കമ്മിറ്റിക്കാർക്ക് ഒരു പ്രചോദനം, അതായത് നാളെയും എല്ലാവരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണ്ടേ, ഈ ഇവിടെ നിലനിൽക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നാൽ പറ്റുന്ന, എൻ്റെ കുടുംബത്തിനാൽ പറ്റുന്ന, ബോഷിന് പറ്റുന്ന ചെറിയൊരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അതേപോലെ മാതൃസമിതി, കാരണം എന്താ പറഞ്ഞാൽ അവർ ഇതുവരെയായിട്ട് കാണാത്ത എല്ലാ സംഭവം നമുക്ക് ഇവിടെ ഇപ്പം ഇരിക്കുന്നുണ്ടല്ലോ. ആദ്യമൊക്കെ ഇവിടെ ഭയങ്കര കച്ചറായിരുന്നു. അത്രമാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ട്, ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അവരിവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട്, അതിഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാതൃസമിതി എന്ന് പറയുന്നത് 23 ഫീമെയിലാണ് അവർ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ബോഷിന് കിട്ടിയത് കൊണ്ട് അവർക്കും കൂടി ഒരു ഗിഫ്റ്റ് ആ കൂട്ടത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ 1973 ഈ അമ്പലത്തിലേക്ക് മണിയേട്ടൻ, അതായത് എല്ലാവരും ഇവിടെ അറിയപ്പെടുന്നത് അമ്പലമണി എന്ന് പറയുന്നത്, അതായത് മണിയേട്ടൻ, നമ്മളൊന്നും ജനിച്ചിട്ടോ. അപ്പോൾ അന്ന് മുതൽ ഇന്നും ഈ അമ്പലത്തിന് വേണ്ടി ഊണും ഉറക്കമില്ലാതെ എന്താ പറയുക, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ കാര്യം കൂടുതൽ നോക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെറുത് ചെയ്യണ്ടേ. അതുപോലെ നമ്മുടെ സെക്രട്ടറി വിജയൻ മുടത്തിൽ, അങ്ങേര് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നത് 25 വർഷമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് 25 വർഷമായിട്ടുണ്ടാവും. അതുപോലെ സുബ്രഹ്മണ്യേട്ടൻ, ഇവരൊക്കെ അമ്പലത്തിൽ തന്നെയാണ് ഫുൾ ടൈം ചെലവഴിക്കുന്നത്. അതുപോലെ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാവരും പല സ്ഥലങ്ങൾക്ക് പോകുന്നതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അതാത് വർഷങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഓരോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അമ്പല കമ്മിറ്റിയിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. ഓരോ വർഷം അടിപൊളി പ്രോഗ്രാമുകൾ കൊണ്ടുവരാൻ പറ്റണം, നല്ല ഉഷാറാക്കണം നമുക്ക് ഓരോ പരിപാടികളും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വാര്യാട് ബോഷ് എന്ന് പറഞ്ഞ കാറിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ, കഴിയുന്നതല്ല, കാറിൻ്റെ മെക്കാനിക്കൽ വർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം, എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വർഷം ഇതിനെക്കാട്ട് അടിപൊളി പ്രോഗ്രാം. അടുത്ത വർഷം നമുക്കൊരു 100 ആളെ വെച്ച് ബമ്പൻ പരിപാടി, ഒരു തായമ്പക ചെണ്ടമേളോ എന്താണ് നിങ്ങൾ പറയുന്നത്, ചിലപ്പോൾ ബോഷിന് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിർത്തുന്നു, ഓവർ നീട്ടുന്നില്ല, കഴിഞ്ഞു. സ്റ്റേജിലേക്ക് വേണ്ടതാണ്.
നമാമി വിഘ്നേശ്വര പാദപങ്കജം പത്മപീഠത്തിൽ ഇരിക്കും ദേവി പട്ടാടഭംഗി ചാർത്തും ദേവി നിത്യവും വന്നിൻ്റെ നാവുതന്നിൽ നൃത്തമാടണം സരസ്വതി നൃത്തമാടണം സരസ്വതി കൈതോഴ കൃഷ്ണ കൈതോഴ കൈതോഴ കൃഷ്ണ കൈതോഴ കൈതവ ഗോപാലകയാൻ ചെയ്തൊരു ദൂരീദേശാന്തി കൈതവ ഗോപാലകയാൻ ചെയ്തൊരു ദൂരീദേശാന്തി വരുവതിന്നു പിറവിയിൽന്നു നല്ലൊരു പരമെനിക്കു തരിക ദേവകീസു വരുവതിന്നു പിറവിയിൽന്നു നല്ലൊരു പരമെനിക്കു തരിക ദേവകീസു കൈതോഴ കൃഷ്ണ കൈതോഴ നാടീണം കാർവണ്ണ കാടീണം കാർവണ്ണ കായാമ്പു നീരം കലർന്ന കായതിൽ ഭംഗികളെല്ലാം കായാമ്പു നീരം കലർന്ന കായതിൽ ഭംഗികളെല്ലാം കരടിലാശു കരുതിടുന്നു നിന്നുടെ ചരണസേവ ഭരണമിന്നി കരടിലാശു കരുതിടുന്നു നിന്നുടെ ചരണസേവ ഭരണമിന്നി കൈതോഴ കൃഷ്ണ കൈതോഴ ദേഹങ്ങൾ ഓരോ മോഹങ്ങൾ ദേഹങ്ങൾ ഓരോ മോഹങ്ങൾ ദേഹത്തെ വീടിഞ്ഞും കൊണ്ട് ദേഹിയെങ്ങോ പോകുന്നേരം ദേഹത്തെ വീടിഞ്ഞും കൊണ്ട് ദേഹിയെങ്ങോ പോകുന്നേരം ദേഹമെന്നു ദേഹിയെന്നു നമ്മൂടി മോഹമെന്നു സാഹസങ്ങൾ
കുറുമ്പക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുറുമ്പക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുറുമ്പക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ രഹസിച്ചവളെ ജനവാട് പിടിച്ചവളെ ചിലപ്പെട്ടവളെ ഒന്നിളം കാവിൽ വാഴുമമ്മ രഹസിച്ചവളെ ജനവാട് പിടിച്ചവളെ ചിലപ്പെട്ടവളെ ഒന്നിളം കാവിൽ വാഴുമമ്മ കുടുംബക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ ഒന്നിളം കാവിൽ വാഴുമമ്മ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ കൊടുങ്ങല്ലൊരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ കൊടുങ്ങല്ലൊരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മനന്നൊന്നു വിളിക്കണ നേരത്ത് മനതാരില് വന്നമ്മ ദൂരെ നിന്ന് ചിലമ്പൊലി കേട്ട് അടിയന്റെ കനവാണ് കലിതുള്ളി കരിങ്കാലി കാവിൽ അമ്മ ദേവി ചിലമ്പാട്ടും നിലകണ്ഠന്റെ ഓങ്കാര കാളി കാർമുടി കെട്ടടിക്ക് മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മുടിയാടി മുടിയഴിഞ്ഞാടി കാവിൽ നീറങ്ങമ്മ കാളി മരമഞ്ഞൾ ചേലുള്ള കാളി വാഴമല്ലിച്ചൂടോടെ ശ്രീലേഖം വാഴുന്ന നമ്മെ അകതാരിൽ വരം ചൊരിയേ കള്ളം കൊട്ടി കള്ളക്കോല് കൊട്ടി വള്ളോന്റെ വലന്താളം 16 പത്തകളത്തിൽ തെരിറങ്ങി ശ്രീകുറുമ്പേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ Thank you.
ശൃംഗവിളിഞ്ഞു സഭനടുവിൽ മന്ത്രവാദി നിങ്ങൾ വന്നിടുവിൻ കങ്കണജാലം ഇരുന്നവെ ചിക്കയിൽ താളം പിടിച്ചു നിന്നു ശിലനം ഗുരുപാദ പങ്കജമൂലം നിനച്ചു നമ്രാഗത്തിൽ നന്ദതുരി സംഗീതമേ അപുരത്തിൽ കുമ്മിയടിച്ചിടേ നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടേ നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം ബാലകൃഷ്ണനമ്പാടിയിൽ നീലയാമളന്നു കാലമൊട്ടു ചെന്ന നേരം ബാലകേളി നിന്നു മാലതീശരണടന കാലമതു വന്നു ബാലകളെ തീരഞ്ഞവൻ ചാലവേ നടന്നു ആരു നീ മനോഹരാങ്കി ചാരു ശിവേ ബാലെ ചൊല്ല ആരുടെയ പുത്രിയും പ്രാണനാകുന്നു ഹിന്ദു മൂലം ഘോരമാകും ഈ മനസ്സിൽ വിജയം ശാന്തമായി കിടന്നീ വണ്ണം ശോധനം ചെയ്തു ചിത്തരന്തരുണിയുടെ വാക്യങ്ങളെ കേട്ടതിന് സത്വര നേടുന്നേറ്റവൻ വണങ്ങി ചൊന്നാൻ മാമൂനിന്റെ കേട്ട ഭാവത്തിനുടയ വൃത്താന്തം ജനകഭൂപതിയുടെ സുതയല്ലോ ഞാൻ ഭുവനേശ ഭൂതനാഥ ശബരി വാസുദേവ പന്തള രാജകുമാര ദേവ നിത്യ ജയ മംഗളം നിത്യ ജയ മംഗളം